രാസിൽ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറ്, നെത്തല്, പിന്നെ നത്തൽ കറി, അതാ നമ്മുടെ നത്തൽ ഫ്രൈ ഉണ്ടാക്കി. സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു മഴവിൽ ജീവിതം ചാനൽ. മഴവിൽ ജീവിതം എന്ന ഈ സുന്ദരമായ ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ റാസില. അപ്പൊ നമ്മള് നത്തൽ ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ്. നത്തലിന് എന്താ പറയാ വിസ്മയ, എന്താ പറയല്? ചൂട. ചില നാട്ടില് ചൂട എന്ന് പറയും, ചില നാട്ടില് നത്തൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നത്തൽ പൊരിക്കുന്നു. നത്തൽ തന്നെ കുറച്ച് കറി വെക്കുന്നു. അതിനായിട്ട് ഞാൻ പൊരിക്കാനായിട്ടുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. കാരണം വെച്ചാല് കറി വെക്കുമ്പോഴത്തേനും നമ്മൾക്ക് പൊരിക്കുന്നത് ചൂടാ കൊഴുവ. അപ്പൊ ആ മീന് നമ്മളിങ്ങനെ കായം പറ്റി വെക്കാന്നറിയില്ല, മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പൊടികളാണ്. ഞാൻ തന്നെ വറുത്തരച്ചല്ല, കഴുകി ഉണക്കി പൊടിപ്പിച്ച് കൊണ്ടുവന്ന മസാല പൊടികളാണ് ഇതില്. മല്ലിപ്പൊടിയുണ്ട്, മുളകുപൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. ഇത് ചിക്കൻ മസാലയാണ്. അപ്പോൾ ചിക്കൻ മസാല ഇതിലിടുന്നില്ല, ഫിഷ് മസാല ഇടുന്നില്ല. ഇത്തരം 3 പൊടികളും കൂടിയിട്ട് ഞാൻ പിന്നെ പച്ചമുളകൊന്നുമില്ല, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചെറിയ ജാറിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പേസ്റ്റ് പരുവത്തിലുള്ള ഇതും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 തരം പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ദെൻ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ദെൻ സ്വല്പം കോക്കനട്ട് ഓയിൽ, ഇവ ചേർത്ത് കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ നമ്മൾ മിക്സാക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നത്തലുകൾ എടുത്ത് അവ ഇങ്ങനെ മാരിനേറ്റ് ചെയ്യുക. ഓക്കെ, നല്ല രീതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മളുടെ ക്യാമറ വർക്ക് കൈകാര്യം ചെയ്യുന്നത് മിസ് വിസ്മയ മെറ്റിൽഡ ഫിലോഡൽഫിയ ആണ്. അപ്പോൾ അവൾ ഇന്നലെ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ കണ്ടപ്പോൾ കുട്ടിയാണ് പറഞ്ഞത്, ഇതൊക്കെ ഒരു വീഡിയോ ആക്കിക്കൂടെ നിനക്ക് എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട്, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഞാനിങ്ങനെ മാരിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതെല്ലാം ഇങ്ങനെ, പുറത്ത് നല്ല വെയിലാണ്. ഇറ്റ്സ് എ വെരി ഹൊറിബിൾ ക്ലൈമാറ്റ്സ് ആർ ഹിയർ ഇൻ കേരള ഓൾസോ. നമ്മൾ ഇതൊക്കെ അടച്ചിട്ടിട്ട് എന്തായാലും വാതിൽ തുറന്നിട്ട് നമ്മൾ കുറച്ച് കാറ്റൊക്കെ വരും. എൻ്റെ പച്ചക്കറി കൃഷി, എൻ്റെ പയർ കൃഷി പറഞ്ഞ് കാണിക്കും. ഇതാ റാസലിയുടെ പയർ കൃഷിയാണിത്. ഇതിന് നാളെ പടർന്ന് കയറാനൊക്കെ പന്തലിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പന്തലൊക്കെ ഇട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കൃഷി സാധനങ്ങളൊക്കെ പുതിയത് കൊണ്ടുവന്ന വിത്തിനങ്ങൾ പാകണമെന്നൊക്കെ ഉണ്ട്. തക്കാളി, വയനാട്ടിലെ ചെറിയ തക്കാളി, പിന്നെ അങ്ങനെ പല സാധനങ്ങൾ ഞങ്ങൾക്കിവിടെ പിന്നെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അതെ, വെരി വെരി ഓർഗാനിക് കൾച്ചറുകളാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ചില കുറച്ച് ഐറ്റംസുകളൊക്കെ നമ്മളുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് അത്യാവശ്യം നമ്മൾ 1-2 പേരൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനൊക്കെയുള്ള പയറുവർഗ്ഗങ്ങൾ, തക്കാളികൾ, പച്ചമുളകുകൾ, ഇതൊക്കെ നമുക്ക് കിട്ടാൻ കഴിയും. അതുപോലെ ലേഡീസ് ഫിംഗേഴ്സ്, വെണ്ടക്ക, അതൊക്കെ നമ്മൾക്ക് സുലഭമായി ഇവിടെ ലഭിക്കാം. അതൊക്കെ നമുക്ക് വളർത്തണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങൾ മാത്രം പോരാ, നമ്മൾ അതിനായിട്ട് തയ്യാറായി മുന്നിട്ടിറങ്ങി ക്യാരി ബാഗുകളൊക്കെ ആക്കിയിട്ട്, ആഗ്രോ ബാഗിലാണ് അതൊക്കെ ആക്കിയിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്യുന്ന തിരക്കിൽ തന്നെയാണ്. മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. നല്ല പിടിപ്പിക്കണം ഇതിൽ നന്നായിട്ട് നമ്മളിങ്ങനെ പിടിപ്പിക്കണം. ഉപ്പുണ്ടോ നോക്കട്ടെ, ഞാൻ കുറച്ച് ഉപ്പ് കുറച്ചിടണേ. കുറച്ച് വിതറിയിട്ടുണ്ട്. നന്നായിട്ട് ഉപ്പ് കല്ലല്ലേ, പൊടിയാണ്. ഉപ്പ് കല്ല് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ശരിയായി വരാനുണ്ടാവില്ല. സാധാരണ നമ്മൾ അധികം കല്ലുപ്പ് തന്നെയാണ് നല്ലത്. അയഡിൻ കലർന്ന ഉപ്പായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. ഉപ്പ്, പഞ്ചസാര എന്നിവയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിലുള്ള വിഷപദാർത്ഥങ്ങളാണ് പഞ്ചസാരയുടെ ഉപ്പ്. അപ്പം മിതമായ രീതിയിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതിനായിരിക്കും. പഞ്ചസാരയൊക്കെ ഞാനിപ്പോൾ ഒരു 1 year ആയി പാടെ നിർത്തിയിട്ട്. ചായയിലായാലും തന്നെ സ്വല്പം പഞ്ചസാര ഉപയോഗിക്കുള്ളൂ. അതാരെങ്കിലും ഉണ്ടെങ്കിൽ, ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ വിതൗട്ടാണ്. ഓക്കെ, പഞ്ചസാര ഒക്കെ വെളുത്ത വിഷം ഇംഗ്ലീഷുകാർ പറയുന്നത്. ഇംഗ്ലീഷുകാർ പറയുന്ന കുറേ കാര്യങ്ങളിലൊക്കെ
നല്ല അർത്ഥവത്തായ കാര്യങ്ങളുണ്ട്. അവരെ നമ്മൾ മൊത്തം ഇങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. അവരുടെ കൾച്ചറും അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷുകാരിലും ഉണ്ട് നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല റിലേഷൻസ് അവരുടെ ഇടയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതാ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ നത്തൽ, ചൂട, കൊഴുവ എന്നീ ഇത്യാദി പേരുകളുള്ള ഈ ചെറിയ മത്സ്യം നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് കൊണ്ടുപോകുന്നത് മൂടി ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്കാണ്. ഫ്രിഡ്ജിലേക്ക് വെക്കാം. എൻ്റെ ഫ്രിഡ്ജെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. കുറച്ച് നേരം അതങ്ങ് ഫ്രിഡ്ജിലിരുന്ന് നിൽക്കട്ടെ. ഈ സമയം നമ്മൾ എന്ത് വേണം? നമ്മൾ ബാക്കിയുള്ള ഈ ഫിഷുകൾ, ഈ സെയിം ഫിഷ് കറി വെക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു മൺചട്ടി തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് വേണം? നേരെ സ്റ്റവിലേക്ക് വെക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ശിശും ഗണ്ണെടുത്ത് ഇത് കത്തിക്കണം. അങ്ങനെ അത് കത്തിയതിന് ശേഷം നമ്മൾ എന്തെല്ലാമാണ് അതിലേക്ക് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്? സവോള, കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ചട്ടി ചൂടായി കോക്കനട്ട് ഓയിലെല്ലാം ഒഴിച്ചതിന് ശേഷം നമ്മൾ സവാള ഇട്ട് വഴറ്റണം. സവാള ഇട്ട് വഴറ്റുമ്പോൾ സവാള നന്നായി വഴന്ന് വരാനായിട്ട് ലേശം സോൾട്ട്, ഉപ്പ് പൊടി കുറച്ചിടണം. അപ്പോൾ ഒന്ന് വഴറ്റി വരുമ്പോൾ തന്നെ നമ്മൾ 2 പച്ചമുളക് അതിലേക്ക് കീറിയിടേണ്ടതുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് ഞാൻ നടുവെ കയറുകയാണ്. ഓക്കെ, 2 പച്ചമുളക് ഞാൻ നടുവെ കയറി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇടാം. ഇപ്പോൾ ചട്ടി ഏകദേശം ചൂടായ പരുവത്തിലായിട്ടുണ്ട്. നമ്മൾ ഒഴിക്കാൻ പോവുകയാണ് കോക്കനട്ട് ഓയിൽ. എല്ലാവരും ഉണ്ടാക്കുന്നതാണ് കറികളെല്ലാം. എന്നാലും ദിസ് ഈസ് ദ സ്റ്റൈൽ ഓഫ് റാസിലാസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് റെഡിയായി, നല്ല രീതിയിൽ ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ചോറ് കുക്കറിലാണ് വെക്കാം. നമ്മുടെ വെള്ളക്കുറുവ ജസ്റ്റ് ഫോർ 3 വിസിലൊന്ന് അമർത്തിട്ടുണ്ടെങ്കിൽ 2 ഗ്ലാസ് അരി ഇട്ടാൽ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അപ്പോൾ വിസ്മയോട് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചധികം അരി ഇട്ടു. അതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഈ സമയം കൊണ്ടൊന്നും കൂട്ടാൻ വെക്കാം. ഓക്കെ, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അവിടെ എന്തായിട്ടുണ്ട്? വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അങ്ങനെ ചൂടാകട്ടെ. ഈ സമയം കൊണ്ട് നമ്മൾ ഈ ചോറൊന്ന് ഊറ്റിയെടുക്കാം. ഇവിടുത്തെ ലൈറ്റ് ഇടട്ടെ. എന്തിനാ കുട്ടി വെളിച്ചമില്ലാതെ വിഷമിക്കുന്നു? ഇപ്പോഴാണ് ഇതാ പ്രകാശപൂരിതമായി. ലൈറ്റ് ഇടാൻ മറന്നു ഗൈസ്. സോറി ഫോർ ദിസ് യുവർ ട്രബിൾസ്. ഓക്കെ, എല്ലാവരുടെയും പെരുന്നാൾ വിഷുവൊക്കെ അടിപൊളിയായിട്ടുണ്ടാവുന്ന എഴുതുന്നത്. ഇന്നലെ ഞങ്ങൾ വയ്യാർജി കെയർ സെന്ററിലാണ് വിഷുസദ്യ ഉണ്ടായിരുന്നത്. അടിപൊളി ഒരു ഓണസദ്യ തന്നെ. വിഷുവിന് ഞങ്ങളൊരു ഓണസദ്യ കഴിച്ചു. നല്ല രസകരമായിരുന്നു അല്ലേ? അതെ, ഒരു ഓണസദ്യ പോലെ തന്നെ വിഷുവിന് ഞങ്ങളുടെ തൃശ്ശൂരൊക്കെ ഭാഗങ്ങളിൽ വിഷുവിന് വിഷുക്കട്ട എന്ന് പറഞ്ഞിട്ട് ഒരു കട്ട ഉണ്ടാക്കും. പായസത്തിന്റെ അരി, ഉണക്കലരി, അതിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ജീരകം അതൊക്കെ ഇട്ട് വറ്റിച്ചിട്ട് എടുത്തിട്ട് ചിലപ്പോൾ കറി കൂട്ടി മാങ്ങക്കറി കൂട്ടി കഴിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ശർക്കര അതൊക്കെ വെച്ചിട്ട് സ്വീറ്റ് ആയിട്ട് ഒരു നല്ല കേക്ക് പോലെ ഡ്യൂട്ടിക്ക് നമ്മൾ ദിവസം വരരുത്. അതെ അതെ, വിസ്മയ ഒരുപാട് നാളെ ചാലക്കുടിയിൽ എന്തോ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. എന്ത് ഫീൽഡിലാണ് വർക്ക് ചെയ്തത്? മാമന്റെ കൂടെ ചിപ്സ്. അതെ അതെ, ഹോൾസെയിൽ ഷോപ്പ്. അങ്ങനെ ജോലി ചെയ്തിരുന്നു. അപ്പൊ അവിടുന്ന് വിഷുക്കട്ട കഴിച്ചതാണ്. അവളിപ്പോ അരി വറുത്തത് ഇവിടെ നമ്മളുടെ ഇതിലേക്ക് നമ്മൾ ഇടുകയാണ്. പറ്റി ചൂടായിട്ടുണ്ടായിരുന്നു. നല്ല വെളിച്ചെണ്ണൊക്കെ ചൂടായി. ഈ സമയം തന്നെ ഞാൻ എന്ത് ചെയ്യും? 2 ഉലുവയും കൂടി അതിലേക്ക് ഇടും. ഉലുവയിടും, കുറച്ച് ഉപ്പിടും. എന്നിട്ട് എന്ത് വേണം? നമ്മൾ ഈ കുട്ടീനെ കൊണ്ടാണ് ഇളക്കുന്നത്. നന്നായിട്ട് അങ്ങോട്ട് വഴന്ന് വന്നോളൂ. ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്, സിമ്മിലാക്കിയിട്ടുണ്ട്. നന്നായിട്ട് വഴങ്ങി വരട്ടെ. പക്ഷെ നമ്മൾ ചോറൊന്നും കൂടി സെറ്റ് ചെയ്യട്ടെ. അങ്ങനെയാണ് ഈ മലബാർ ഏരിയയിലോട്ടൊന്നും അങ്ങനെ വിഷുക്കട്ടയില്ല തോന്നുന്നല്ലേ? ഇവിടെ കണ്ടിട്ടില്ല. അധികം ഞങ്ങളുടെ ഭാഗത്തൊക്കെയാണ് വിഷുവിന് വിഷുക്കട്ടാന്ന് പറയുന്നത്. അതൊരു
പ്രത്യേക ഇത് വളരെ ഭക്തി പുരസ്കാരം തന്നെ ഉണ്ടാക്കുന്ന ഒരു വിഭവം തന്നെയാണ് വിഷുക്കട്ട. നല്ല ടേസ്റ്റാണത്. അത് ഞാൻ വിഷുവിന് കഴിച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ഇപ്പോൾ ഓണസദ്യ പോലെ തന്നെ ഇലയൊക്കെ ഇട്ട് വിളമ്പി കുറേ കൂട്ട് കറികളൊക്കെ ആയിട്ടായിരുന്നു ഞങ്ങൾ ഇന്നലെ വിഷു സദ്യ കഴിച്ചത്. അപ്പോൾ നമ്മൾ വേവിച്ചിട്ട് ഇലയിലേക്ക് പകർത്തും, ഇലയിലേക്ക് കഴിക്കും. അപ്പം നമ്മളുടെ കറികൾ റെഡിയായി, ചോറ് റെഡിയായി. ഈ സമയത്ത് തന്നെ നമ്മൾ റെഡിയായി ചോറ് മാറ്റി വെക്കുന്നു. ചോറ് മാറ്റി വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ നമ്മൾ വന്നിട്ട് ഇതാ നന്നായി വഴറ്റപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. ഓക്കെ, ഇന്നലെ മാറാട് സക്കീനി ഉണ്ടായിരുന്നു, ഫെറിനി ഉണ്ടായിരുന്നു. അയ്യോ, മാറാട് സക്കീന, ഫെറിനി അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ട്. ഒരുപാട് പേരെ ഇന്നലെ കണ്ടിരുന്നു. പ്രേമേച്ചി ഉണ്ടായിരുന്നു, അശ്വതി ചേച്ചി ഉണ്ടായിരുന്നു, അച്ചു വന്നിരുന്നു, കുറേ മക്കളുണ്ടായിരുന്നു, മനസ്സി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും വീഡിയോസ് കഴിച്ചിട്ടുണ്ട്. വിഷു സദ്യയാണ് ഞാൻ പറയുന്നത്. വിസ്മയക്കുട്ടിക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല. അതിലവൾക്ക് വലിയൊരു മിസ്സിങ് വന്നു. അപ്പം ഇങ്ങനെ വഴറ്റപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഇനി ഇടേണ്ടത് നമ്മളിതാ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. നമ്മൾ ആദ്യമേ തന്നെ അടിച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർക്കണം. ഇത് ഞാൻ മുഴുവൻ ചേർക്കുന്നില്ല, ബിക്കോസ് ഓഫ് നമ്മളതിൽ തൈരുണ്ട്. കുറച്ച് തൈരിൽ നമ്മൾക്കിത് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിന്ന് മുഴുവൻ എടുക്കേണ്ട നമ്മൾ. ഇതാ നന്നായി വഴറ്റപ്പെട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് നമ്മൾ ഇതാ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റുകൾ ഇടുകയാണ്. ഇതിൻ്റെ പച്ചമണം, ഒരു പച്ചമണം ഉണ്ട് ഇതിന്. അത് മാറുന്ന വരെ ഒന്ന് നമ്മൾ എന്താക്കണം, ഒന്ന് നമ്മൾ വഴറ്റി കൊടുക്കണം. ആ പച്ചമണം ഒന്ന് മാറാനായിട്ട്. പച്ചമണം മാറി അതിൻ്റെ അടിയിൽ പിടിക്കുന്നതിന് മുന്നേ തന്നെ തീയൊക്കെ ഈ സമയത്ത് ചെറുതാക്കിയിട്ട് കഴിക്കണം കേട്ടോ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കണം, സ്ലിമ്മിലായിരിക്കണം തീയ്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഇങ്ങനെ മാറി കേട്ടോ, ഒരു പച്ചമണം പുറത്തേക്ക് നമ്മൾക്കിങ്ങനെ വരും. പച്ചമണം മാറാതെ നമ്മൾ വേഗം കറി വെക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കറിക്കൊക്കെ ആ പച്ചമണം വരും. അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് അതിൽ ഉള്ളിയുമായിട്ട് നല്ല വഴറ്റപ്പെട്ട രീതിയിൽ ആക്കണം. അപ്പോൾ ഒന്ന് മാറി വന്ന് വേഗം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യേണ്ടത് ഇതാ ആദ്യം തന്നെ ഇടേണ്ട പൊടികളിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് മതി കേട്ടോ. ഇത് എന്താ പറയുക, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി കുറേ ഇട്ടിക്കണം. ഇനി നമ്മൾ വേണ്ടത് കാശ്മീരി ചില്ലി കുറച്ചിടണം. കറിക്ക് ഒരു കളറും ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ഇട്ടോ. മുളക് പൊടി കുറേ ഇട്ടിട്ടുണ്ട് തോന്നുന്നു ഞാൻ. പിന്നെ നമ്മളിൽ ഇഞ്ചി ഇട്ടതിനെ കൊണ്ട് എരിവ് ഉണ്ടാവും. നല്ല നത്തൽ മുളകിടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ ഇതാ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എരിവ് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി കുറച്ചൊക്കെ പൊടികൾ ഇടാം. ഞാൻ ഫിഷ് മസാല ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൽ നമ്മൾക്ക് ഇനി വേണ്ടത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങോട്ട് കണ്ടില്ലേ, ഇപ്പം നന്നായി വഴറ്റപ്പെട്ടിട്ടുണ്ട് എല്ലാതും കൂടിയിട്ട്. ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കട്ടെ. എന്താ എരിവും ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ കുറച്ചുകൂടി ഉപ്പിടാം. വേണമെങ്കിൽ ഉപ്പൊക്കെ ആദ്യമേ തന്നെ പിടിച്ചിട്ടുണ്ടെങ്കിലാണ് കറിക്കൊക്കെ ഒരു ടേസ്റ്റ് വരാം. നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മുളകിട്ടിട്ടുള്ള കറിയാണല്ലോ വെക്കുന്നത്. പിന്നെ നമ്മൾക്ക് വെള്ളം ഒഴിക്കാം, കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. തീ കൂട്ടി വെക്കാം. ഈ നേരത്തെ നമ്മൾ കുറുക്കി വെക്കണോ കറി കൂടുതലാക്കി വെക്കണോ എന്നുള്ളത് നമ്മളെ ഇഷ്ടമാണ്. അങ്ങനെ ഏകദേശം ഒരു അധികം കുറുകാത്ത രീതിയിലാണ് ഞാൻ വെക്കുന്നത്. അല്ല, ചോറിലൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ച് വേണ്ടേ നമുക്ക്. ചിലർ വറ്റിച്ച് വെക്കും. അത് മത്തിയൊക്കെ വറ്റിച്ച് വെക്കാൻ നല്ല രസമാണ്. ഇതൊക്കെ കുറച്ചൊരു കറിയിൽ തന്നെ വേണം. തേങ്ങ വേണ്ട, മുളകിട്ടാണ്. മുളകിട്ട വെച്ചത് തേങ്ങ വെക്കുന്നില്ല.
തീ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതേപോലെ തക്കാളി നോക്കട്ടെ, ഇതിൻ്റെ സൈഡ് തക്കാളി ഉണ്ട്. പുളി ഞാൻ മറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ തക്കാളി ഇടുന്നില്ല, നമ്മൾ പുളിയാണ് ഇടുന്നത്. പുളി ഇടാം. അത് കണ്ടില്ലേ, നല്ല കുടംപുളി ഉണ്ട്. ഇതാ കുടംപുളി കഴിച്ചാൽ മതി. നല്ല കഴുകിയിട്ട് ഇതിനെന്ത് ചെയ്യണം, നമ്മൾ ഈ കറിയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം, അപ്പം നമുക്ക് ആ ചൂടിൽ ആദ്യമേ തന്നെ വേണമെങ്കിൽ നമുക്ക് വെള്ളം ചൂടാക്കി വെച്ചിട്ടൊക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ കറിയിൽ കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, ഞാനും വിസ്മയക്കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പം ഇത് നമുക്ക് ഈ സമയം അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ മൂടിയെടുത്ത് നമ്മൾക്ക് കറി ഇതാ അടച്ചു വെക്കുന്നു. തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, ആദ്യം ഇതിടാം. തിളച്ച് വെക്കണം. ഇതിട്ടിട്ടുണ്ട് കേട്ടോ. എന്താണ്, പുളി നന്നായിട്ടിട്ടുണ്ട്. ഇനി ആ പുളി ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ മീൻ ഇടുന്നതിന് മുന്നേ തന്നെ പുളി എടുത്ത് മാറ്റാം നമുക്ക്. അപ്പോൾ പുളി ഒക്കെ അതിൽ നന്നായിട്ട് മിങ്കിളായിട്ടുണ്ടാവും. ഒന്ന് തിളച്ച് വരുമ്പോൾ 1-2 തല കഴിയുമ്പോഴത്തേനും ഇതിട്ട് മാറ്റാം. ഈ സമയം നമ്മൾക്ക് എന്ത് ചെയ്യണം, തൈര് നമ്മളൊരു ജാറിലേക്ക് തൈര് ഒഴിക്കുന്നു. ഇത്ര പോരെ, തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുറച്ച് ബാക്കി വെച്ചിരുന്നില്ലേ, ആ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാണ്. ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്. എല്ലാത്തിലും ഭരണത്തിൽ വരെ വെള്ളം ചേർക്കണം, മന്ത്രിമാരും മുഖ്യമന്ത്രിമാരൊക്കെ. അപ്പൊ പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് അല്ലേ. എല്ലാവർക്കും വെള്ളം, സർവത്ര വെള്ളം ചേർക്കല. നമുക്ക് ഭരണമാണ്. ഇനിയിപ്പോൾ ഇലക്ഷൻ വരുന്നുണ്ട്. ഞാനിപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. നോക്കട്ടെ, ഗ്രൂപ്പിലൊക്കെ എല്ലാവരും നന്നായി ഇത് വന്നിട്ടുണ്ട്. തിളച്ചിരിക്കുന്നു. കുടപ്പുളി പതുക്കെ ഇങ്ങോട്ട് കോരിക്കിട്ടാം. അയ്യോ, കുടപ്പുളി നന്നായിട്ടുണ്ട്, അതിൽ മിങ്കിളായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കുടപ്പുളി കോരി എടുക്കുന്ന ചടങ്ങിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇതാ പുളിയെല്ലാം നന്നായിട്ട് അതിൽ ചേർന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പൊ എത്ര പുളിയാണ് നമ്മൾ ഇട്ടതെന്നുള്ള കണക്ക് നമ്മളിൽ വേണം. 3 അല്ലിയാണ് ഞാൻ ഇട്ടത്. വിസ്മയ പറയുന്നു 4 അല്ലിയെന്ന്. ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. 3 അല്ലിയെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 3 അല്ലിയും ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് വേണം, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ നത്തൽ, ചൂട, കൊഴുവ എന്ന് ഇത്യാദി പേരുകളിൽ അറിയപ്പെടുന്ന ഈ അതിഥിയെ നമ്മൾ ഇവിടേക്കിടെയാണ്. ഇവരെല്ലാം നമ്മുടെ അതിഥികളാണ്. അപ്പോൾ മീനുകളെല്ലാം അതിലേക്ക് ഇട്ടു. എന്നതിന് ശേഷം നമ്മളൊന്ന് എല്ലാ മീനൊക്കെ ഒന്ന് ഇപ്പോഴത്തെ തീ ഞാൻ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളെന്ത് വേണം, നമ്മളിത് അടച്ചു വെച്ചു. പിന്നെ അഗൈൻ വി ഗോ ടു നമ്മളുടെ ഇതിൽ ഉപ്പിട്ടിട്ടുണ്ടാക്കി തോന്നുന്നു നേരത്തെ. നമ്മളുടെ തൈര് ഇതാക്കിയെടുക്കുക. എരുണ്ട്, അപ്പൊ നമ്മൾക്ക് ഇത് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യത്തിന് എരുണ്ട് അത്. അപ്പൊ നമ്മൾ എന്തൊക്കെ റെഡിയാക്കി, ഇപ്പൊ ചോറ് റെഡിയാക്കി, കൊഴുക്കറി റെഡിയാക്കി, പൊരിക്കുന്നതിന് വേണ്ടിയുള്ള മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതെ. ഇനി മീൻ പൊരിക്കേണ്ടതുള്ളൂ. കറിയും റെഡിയായി തുടങ്ങി. അപ്പൊ ഇതും റെഡിയായി നമ്മളുടെ. അപ്പൊ അതും നമ്മളിവിടേക്ക് മാറ്റി വെച്ചു. ഇപ്പൊ 2 ഐറ്റംസ് നമ്മളുടെ റെഡിയായി. കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ പൊരിക്കാനുള്ളത് റെഡിയാക്കാനായിട്ട് ഫ്രിഡ്ജിൽ നിന്നും നേരത്തെ മാരിയേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിരിക്കുന്ന ആ നത്തല്, അതേ കൊഴുവ, അതേ ചൂട, അത് തന്നെ എടുത്തിട്ട് നമ്മൾ പൊരിക്കാൻ. വെരി ഹോട്ടബിൾ ക്ലൈമാക്സ് ആർ ഹിയർ. എല്ലാവരും സൺസ്ക്രീൻ ഇടാൻ മറക്കരുത്. സൺസ്ക്രീൻ ഇടണം നല്ല രീതിയിൽ. ഞാൻ എഴുന്നേറ്റുണ്ടെങ്കിൽ ഫസ്റ്റ് പാട് സൺസ്ക്രീൻ ആണ്. ഈ 2 മാസങ്ങളും നമ്മൾ വളരെ കെയർ ചെയ്യണം. നമ്മുടെ സൺസ്ക്രീൻ എന്ന് വെച്ചാൽ നമ്മുടെ തൊലി വെളുക്കണം, അല്ലെങ്കിൽ നമ്മൾക്ക് സൺ ടാൻ അടിക്കണം. അത് മാത്രമല്ല, നമ്മുടെ ഹാർട്ടിന്, ലിവറിന്, കിഡ്നിക്ക്, നമ്മളുടെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ ഈ സണ്ണ്
വളരെയധികം ആഘാതം ഏൽപ്പിക്കും. സൂര്യരശ്മികളുടെ അമിതമായ പ്രൊട്ടക്ഷൻ ആണ്. ഇതോ വെരി ഹോട്ട് ക്ലൈമറ്റ് ആണ്. കറിയൊക്കെ നല്ല രസത്തിൽ വരുന്നുണ്ട് കണ്ടോ. ഇതിനധികം വേവൊന്നുമില്ല അല്ലേ, പെട്ടെന്നാകുന്നല്ല. തോർത്തൊക്കെ എടുത്തിട്ട് തോർത്തെടുത്തിട്ട് മുഖമൊക്കെ ഒന്ന് ഒപ്പാണ്. രാവിലെ തന്നെ കറികളൊക്കെ ഉണ്ടാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. രാവിലെ തന്നെ ഫുഡുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്താല് ഇത്രയും നല്ല. അപ്പൊ നമുക്ക് പൊരിക്കാനുള്ള സെറ്റപ്പിലോട്ട് വെക്കാം. ഇതാ പൊരിക്കുന്നത് ഈ ചട്ടിയിലാണ്. കഴിഞ്ഞ് ഉണക്കി വെച്ചിരിക്കുന്ന ചട്ടിയില് നമ്മള് അവിടെ ഇതാ കത്ത് വന്നത്. ഇത് നമ്മുടെ ഫറൂഖ് ഖാന്റെയും പുന്നൂസിന്റെയും അവരുടെ ഒരു വിവാഹ കത്താണ്. ഫറൂഖ് ഖാന്റെ മോളുടെ മെയ് 5-ന് ഒരു വിവാഹം ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അവര് അടുക്കളയിൽ വന്നിട്ടാണ് വിളിച്ചത്. വീട്ടിൽ വന്നപ്പോൾ ഞാൻ കുക്കിങ്ങിലായിരുന്നു ഇതേപോലെ. അപ്പൊ ഇവിടെ വന്ന് വിളിച്ചപ്പോൾ കത്ത് ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ അവരുടെ കല്യാണത്തിന് എന്തായാലും പോകണമെന്നുണ്ട്. ഫിദയൊക്കെ ഉണ്ടാവും. എന്തായാലും ഇൻഷാല്ല കല്യാണത്തിന് പോകണം മെയ് 5-ന്. അപ്പോൾ കറി ഏകദേശം റെഡി ആയ പോലെ ഉണ്ട്. നിങ്ങൾ വിസ്മയനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പൊട്ടൻഷ്യാലിറ്റിയുള്ള ടാലൻറ്റഡ് ഒരു യുവതിയാണ് വിസ്മയ. അപ്പോൾ വിസ്മയ എൻ്റെ അടുത്ത് ഇന്നലെ വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഞാനാകെ വണ്ടറടിച്ച് പോയി. കാരണം ആ കുട്ടിയുടെ ഓരോ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, ഓരോ സങ്കല്പങ്ങൾ, ഓരോ ചോയ്സുകളൊക്കെ കേട്ടപ്പോൾ അയ്യോ ഇത്തരം വെറൈറ്റി ചോയ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഈ ലോകത്തുണ്ടല്ലോ എന്നറിഞ്ഞ് ഞാൻ ആകെ അതെ ഞാന് എന്തോ പോലെ ആയിപ്പോയി ഞാന്. അതെ റിയലി I appreciate you, Vismaya. You are a talented person. So potentiality. വളരെ കഴിവുകളുള്ള കുട്ടിയാണ്. ശരിക്കും വിസ്മയൊക്കെ ഒരു ചാനൽ തുടങ്ങേണ്ടത്. എനിക്കിപ്പോൾ എന്ത് കഴിവുകൾ എന്തുണ്ടായിട്ടാണ് ഞാൻ ഇതൊക്കെ ചാനലൊക്കെ തുടങ്ങിയത്. ഇപ്പം ഇവരൊക്കെയാണ് വിസ്മയനെ പോലുള്ള വ്യക്തിത്വങ്ങൾ ഒരുപാട് അന്തർമുഖരായിട്ട് ഇങ്ങനെ എവിടെയൊക്കെയോ ഇരിപ്പുണ്ട്. അത്തരം വ്യക്തികളൊക്കെയാണ്. അപ്പം ഞാൻ ഇത് കഴിഞ്ഞു കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ പാർന്നിട്ട് അടുത്ത് മാറ്റി വെക്കാൻ പോവുകയാണ്. ഓക്കെ, മൂടി വെച്ചോ. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ഇതാ ചട്ടി വെച്ചിട്ട് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാവുന്ന ഉള്ള ഒരുക്കത്തിലാണ്. ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ചട്ടി വെച്ചു. ചട്ടിയിലേക്ക് ഒറ്റ മിനിറ്റ് കേക്കില്ല. അപ്പൊ ഞാൻ ചട്ടി വെച്ചു. ചട്ടിയിൽ വെളിച്ചെണ്ണ തൂകുന്നു. ഈ നോൺ സ്റ്റിക്ക് നമ്മുടെ ഇത്തരം ചട്ടികളായതുകൊണ്ട് നമ്മൾക്ക് അധികം വെളിച്ചെണ്ണ വേണ്ട. അല്ലെ, സ്വല്പം വെളിച്ചെണ്ണ ഉണ്ടായാൽ തന്നെ നമ്മളുടെ മീനുകളെല്ലാം നമുക്ക് ഫ്രൈ ചെയ്ത്, മീനായിക്കോട്ടെ ചിക്കൻ ആയിക്കോട്ടെ എല്ലാതും ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് വരുന്നുണ്ട്. കുറച്ച് വേപ്പിലെടുക്കാം. വിസ്മയക്കും പിടിക്കും ഒരു ഫ്രൂട്ടി. ദാഹം മാറ്റാനായിട്ട് ഞങ്ങൾ ഈ സമയം മാംഗോ ഫ്രൂട്ടി, സ്പെഷ്യൽ ഫ്രൂട്ടി. പണ്ടത്തെ പരസ്യം ഓർമ്മയുണ്ടോ നിനക്ക്? മാംഗോ ഫ്രൂട്ടി എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല, തണുത്ത കുടിച്ചാൽ മതിയാവില്ല. ഇത്തരം സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കുടിക്കുമ്പോൾ നമ്മൾ നല്ല ഷെയ്ക്ക് ചെയ്യണം. അങ്ങനെ ഷെയ്ക്ക് ചെയ്യണം. പെപ്സി കോളൊന്നും ഷെയ്ക്ക് ചെയ്യരുത് കേട്ടോ. പിന്നെ അത് തുറക്കുമ്പോൾ പൂന്ന് വെച്ച് പോകും. മറ്റുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ നന്നായി ഷെയ്ക്ക് ചെയ്തിട്ട് വേണം കുടിക്കാൻ. ഓക്കെ, ഒരു ആശ്വാസം. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ നത്തലുകളെ ഞാൻ എണ്ണയിലേക്ക് വലിച്ചെറിയുകയാണ്. അങ്ങനൊന്നും പറയരുത് അല്ലേ, വലിച്ചെറിയാന്നൊക്കെ പറഞ്ഞാൽ അതൊരു വേർഡ്സ് അല്ല. എണ്ണയിലേക്ക് ഞാൻ ആവാഹിക്കുകയാണ്. ആവാഹിക്കാന്ന് വെച്ചാൽ ഇങ്ങോട്ട് പൊരിച്ചെടുക്കുന്നതിന് വേണ്ടി എണ്ണയിലേക്ക് ഞങ്ങൾ വെക്കുന്നു ഇടുന്നു എന്നൊന്നും പറയരുത്. വിസ്മയ, നമ്മുടെ ലാംഗ്വേജസ് വളരെ നല്ല എന്താ പറയാ, വളരെ നമ്മൾ ഉപയോഗിക്കുന്നതിൽ
എന്താ പറയാ നമ്മളിതിനെ നമ്മൾ ശ്രദ്ധിക്കണം. എണ്ണയിലേക്ക് നമ്മള് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് അത് നിങ്ങൾ കമന്റ് ചെയ്യൂട്ടോ നല്ല വാക്ക് എന്താണെന്നുള്ളത്. ഇതിന് ഇട്ട് പറയുമ്പോ കൊടുക്കുക തപ്പ് വരൂല്ലേ? അങ്ങനെയൊന്നുമല്ല. നല്ല നല്ല വാക്കുകൾ മലയാളത്തിൽ നല്ല നല്ല വാക്കുകളുണ്ട് അതിന്. എണ്ണയിലേക്ക് ഞാൻ ആവാഹിച്ചു എന്ന് പറഞ്ഞാൽ ആവാഹിക്കാന്ന് വെച്ചാൽ ഇങ്ങോട്ട് ആവാഹിച്ചെടുക്കുക ചെയ്യാം. ഇത് എണ്ണയിലേക്ക് ഞാൻ നിക്ഷേപിക്കുന്നു. അതെ അതെ. നിക്ഷേപിക്കാണ്. ഫിക്സഡാ. വെളിച്ചെണ്ണയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇംഗ്ലീഷ് വാക്കുകൾ തന്നെ വരണം, ബ്രിട്ടീഷുകാർ തന്നെ വരണം. അല്ലാതും കൂടി കൊണ്ട് ഇടാം അല്ലേ? അല്ലെങ്കിൽ 2 പ്രാവശ്യം ആയിട്ട് എടുക്കണം. 2 പ്രാവശ്യം ഇട്ടാൽ മതി. ചില ഭാഗത്തപ്പം ഇത് പിടിക്കൂല. അപ്പോൾ കുറച്ചധികം ഉള്ളതിനെ കൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഇതിനെ ഞാൻ മാറി നിൽക്കുന്ന ഇടയിലേക്ക് പൊരിച്ചെടുക്കുന്നത്. 2 പ്രാവശ്യമായിട്ടാണ്. ഇനി എന്ത് ഇവരുടെ ഒരു മുടി മുടി അവിടെയാണ് ഫ്രിഡ്ജിലാണ് മുടി പറയുന്നത്. മുടി വെക്കുന്നു. കുറച്ച് നേരം അതങ്ങനെ മൊരിയട്ടെ പൊരിയട്ടെ. നമുക്ക് ഫ്രൂട്ടി കുടിക്കാം. ഒന്ന് കാറ്റ് കൊള്ളാം. ഒരു ചൂടോ ചൂടേ. കാറ്റ് കൊള്ളട്ടെ. ക്ലിയറാ കുട്ടി, കാണാനില്ല. ഇതാ നമ്മൾ മൂടി വെച്ച് മീന് എന്തായി നോക്കാം. അയ്വാ മറിച്ചിടാനായിട്ട് ഇതിങ്ങനെ ഓരോന്നോരോന്ന് മറിച്ചിടാനൊന്നും ആവൂല കേട്ടോ. അപ്പൊ നമ്മൾ എന്താക്കും, നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കും. ഇപ്പൊ എല്ലായിടത്തൊക്കെ ഒന്ന് പിടിക്കണ്ടേ കുട്ടിയെ? എണ്ണൊക്കെ എല്ലായിടത്തും പോകണ്ടേ? ഇതിനെ നമ്മൾ എന്താക്കും, ഇങ്ങനെ ഇങ്ങനെ ആക്കും. നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കും. മലയാള വാക്ക് കിട്ടൂലേ പറയുമ്പോ? നമ്മളൊന്ന് മറിച്ചിടുന്നു. ഇതെങ്ങനെ ഓരോന്നോരോന്ന് മറിച്ചിടുമ്പോ മത്തലാവൂല മക്കളാ. പക്ഷെ ഇത് ഓരോന്നോരോന്ന് മറിച്ചിട്ടേ വേവുള്ളൂ. എന്നാലിങ്ങനെ ചുരുണ്ട് വന്നോളൂ. മറ്റേ കൂടി ഇട്ടാലോ? ഇത് കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ട വേണ്ട വേണ്ട. ഇട്ടാൽ മതി. രണ്ട് വശവും വേഗത്തക്ക രീതിയിൽ നിങ്ങൾ ഫ്രൈ ചെയ്യുന്നതുള്ളത് ടിപ്സുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അതൊരു ഉപകാരമായിരിക്കും. ഞാൻ നത്തലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നോക്ക്, ഇതേപോലെ. ഓ വിസ്മയ എന്തൊക്കെ ചിന്തിക്കുകയാണ് അവള്. ഇപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കാണ്. അപ്പോൾ വിസ്മയ വന്നപ്പോൾ എനിക്കും ഒരു കൂട്ടായി. അങ്ങനെ പുറത്തുള്ള കാറ്റുണ്ട് കേട്ടോ. വെയിലൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് വെയില് പോയി വെയിലുണ്ടെങ്കിൽ കൂടിയിട്ട് കാറ്റും ഉണ്ട്. ഇപ്പൊ സമയം എത്ര ആയിട്ടുണ്ടാവും? 1 മണി നേരം ഏകദേശം 1 മണി ആയിട്ടുണ്ടാവും. ഇത് ഞാനിതാ കവറുകള് കഴുകി വെച്ചതാ, പറന്നു പോയി. കവറുകള് കഴുകി ഉണക്കി വെക്കും. കാരണം ഹരിതസേന ഉണ്ടല്ലോ, ഹരിതകർമ്മസേന വരുമ്പോൾ കൊടുക്കാനുള്ളതാണ്. പാലിന്റെ പാക്കറ്റുകള്, എല്ലാ പ്ലാസ്റ്റിക് സാധനങ്ങളും അല്ലേ നമ്മൾ ഒരിക്കലും കത്തിക്കരുത്. അതിങ്ങനെ കളക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാം. ഇതേപോലെ കഴുകി ഉണക്കി വെക്കും. അവര് 2 മാസം കൂടുമ്പോഴാണ് ഇവിടെ വരുന്നത്. കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടാകണം. പരമാവധി ഇത്ര ഒന്നും കത്തിക്കാത്തത് നല്ലത്. പാൽ പാക്കറ്റൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഉണക്കിയിട്ട് ഇതേപോലെ ഇട്ട് വെക്കണം. ഞാനിവിടെ ഒരു സൈഡിൽ വെക്കുമ്പോൾ 2 മാസം കഴിയുമ്പോഴാണ് അത് വരിക. അതെ, അതെല്ലാ ആളുകളും ശ്രദ്ധിക്കുക അല്ലേ ആ കാര്യം. വീടുകളിൽ അവർക്കൊരു ജോലിയാണല്ലോ. അതുമല്ല, ഇതിങ്ങനെ നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞാൽ തന്നെ ഇത് പ്രകൃതി പിന്നെ അത് നശിക്കണില്ല. പ്ലാസ്റ്റിക് പ്രകൃതിക്ക് ദോഷമാണ്. റീസൈക്കിൾ ചെയ്യാനും പറ്റും. നമ്മൾ സാധനങ്ങളായിട്ട് വരൂലേ, കൊട്ടവട്ടി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരില്ല. അതേപോലെ ഇതില് താളിച്ചിടണം, അതായത് തൂവിച്ചിടണം. കടുക് തൂവിക്കാന്നൊക്കെ പറയില്ല. അതേപോലെ കറിയിൽ കടുക് തൂവിക്കണം, ചെറുകിലൊക്കെ ഇട്ടിട്ട്. പിന്നെ നമ്മൾക്ക് പപ്പടം പൊരിക്കണം. ദെൻ നമ്മൾ ഫ്രഷ് ആയതിനു ശേഷം ഭക്ഷണം കഴിക്കണം. അപ്പം ഏവർക്കും മഴ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. പിന്നെ നത്തൽ ഫ്രൈ ആക്കാനുള്ള എളുപ്പ മാർഗങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം. ഓക്കെ, ഫുഡിൻ്റെ പ്രിപ്പറേഷൻ ഞങ്ങൾ ചെയ്യുന്നതിന് നന്നായിട്ട് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും ഷെയർ ചെയ്യുക, പറഞ്ഞു തരിക. അപ്പം എല്ലാവർക്കും ഒരു അറിവായിരിക്കും. ഇത് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ബൈ.
ഐഡിയ വന്നു സുഹൃത്തുക്കളെ. ഇതോട്ട് ഇങ്ങനെ മറിക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാണ്. പപ്പടക്കോലുണ്ടല്ലോ, പപ്പടക്കോലുകൊണ്ട് നമ്മൾക്ക് ഇതിങ്ങനെ പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചില്ല. ഇത് നല്ല രസത്തിൽ അങ്ങോട്ട് മുരിഞ്ഞ് കിട്ടും, ക്രിസ്പായിട്ട്. വലിയ കുഴപ്പമില്ലാണ്ട് അധികം പ്രസ് ചെയ്യരുത്. വളരെ സോഫ്റ്റ് ടച്ചിൽ നമുക്ക് ഇതേപോലെ എല്ലാ ഭാഗവും ഇങ്ങനെ ഒന്ന് മുരിച്ചെടുക്കാം. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും ഇത് നിലത്തിട്ട് പൊട്ടിക്കണ്ടേ, ഉച്ചയ്ക്ക് തിന്നാൻ പറ്റില്ല. വിസ്മയക്കുട്ടിക്ക് ഇവിടെ നിറയെ പണിയുണ്ട് കേട്ടോ. അവളിതാ ഈ സമയം കൊണ്ട് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്തെടുക്കാണ്. അടിപൊളിയായിട്ട് പാത്രങ്ങളെല്ലാം വാഷ് ചെയ്യുന്ന തിരക്കിലാണ് കുട്ടി. അപ്പോൾ അവൾ അത് ചെയ്തിട്ട് നമ്മളുടെ കറികളൊക്കെ റെഡി ആകുന്നുണ്ട്. ഞാനിതൊക്കെ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സെറ്റ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പപ്പടം കാച്ചി തൂക്കിച്ചാൽ റെഡിയാവും. പിന്നെ നമ്മളുടെ എല്ലാം കഴിഞ്ഞു. ഒന്നും കൂടി കുളിച്ചിട്ട് നമുക്ക് കഴിക്കാം. തൂക്കിക്കാൻ പോവുകയാണെങ്കിൽ ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഉള്ളു കേട്ടോ തൂക്കിക്കാൻ ഇടുന്നത്. അപ്പം കടുക് പൊട്ടിച്ചിട്ട് നമ്മൾക്ക് തൂക്കിക്കാം. കടുക് വരട്ടെ. കടുക് വന്നു. വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കട്ടെ. എന്നിട്ട് അതിൻ്റെ ക്യാമറ ചൂടാകുന്നു. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. എന്നിട്ട് നമ്മൾക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒക്കെ ചൂടായിട്ടുണ്ട്. കടുക് ഇടാൻ പോകുന്നു. കുറച്ച് കടുകിട്ടു. കടുക് പൊട്ടുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുങ്ങനെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇടുന്നു. അത് രണ്ടും ഇട്ടു. വേപ്പലില്ല ഗൈസ്, അതുകൊണ്ട് വേപ്പലിടുന്നില്ല. നമ്മൾ നന്നായിട്ടൊന്ന് കറിയിൽക്കിടാം. കറി അവിടെ പോയി, കറി അങ്ങോട്ട് പോയി. വരും ഇടുന്നു. കറി കോരി ഒഴിക്കുന്നില്ല ഗൈസ്, കാരണം ഈ ചട്ടിയിൽ തന്നെ നമ്മൾക്ക് പപ്പടം പൊരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കറി കോരി ഒഴിക്കുന്നില്ല. കറിയിലേക്ക് നമ്മൾ തുടിച്ചിട്ടതിന് ശേഷം പപ്പടം പൊരി. നമ്മൾ പപ്പടം പൊരിക്കുകയാണ്. അതിനായിട്ട് കുറച്ച് എന്നോട് കിന്നാരം പറഞ്ഞവനെ വിസ്മയ നല്ല പാട്ട് പാടും കേട്ടോ. സ്മ്യൂളല്ലേ സ്മ്യൂളിലത്തെ ഗായികാണ് വിസ്മയ. ആ വിസ്മയക്ക് ഇവിടെ പാടാനായിട്ടൊരു അവസരമുണ്ട്. ഇവിടെ ചില്ലാന്ന് പറഞ്ഞിട്ടൊരു സെന്റർ ഉണ്ട്. പാട്ടുകാർ എല്ലാ ദിവസം വൈകുന്നേരം പാട്ടാണ് അവിടെ. മുന്താസൊക്കെ വന്നിരുന്നു പണ്ട് ഇവിടെ. ഇവിടെ ഗായിക സംഘമാണ്. ഇവിടെ അടുത്താ. ഇവിടേക്ക് കേൾക്കാം. അയ്യോ എല്ലാ ദിവസം വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ ഉണ്ടാവും പാട്ട്. തന്നെ പാട്ട് പാടാൻ പോയിട്ട് അങ്ങനെയുള്ളതാണ്. അവര് ക്ലബിലത്തെ അംഗങ്ങള് എനിക്ക് കാണിച്ചു തരുന്നേ. പോയിട്ട് അംഗമായിട്ട് അല്ല കരോക്കെ വെച്ചിട്ടോ. കരോക്കെ മൈക്കൊക്കെ വെച്ചിട്ട് എന്ത് രസമാണ് പാടാൻ. പഴയ പാട്ടുകളൊക്കെയാണ് അധികം പാടില്ല. ഇത് പുതിയതൊക്കെ നല്ലതാ. കഴിവുകളെ ഉണർത്തുക. രാസിലെ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറ്, നെത്തല് കറി, ഫ്രൈ, എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ചോറുണ്ട്, പിന്നെ നെത്തൽ കറി നമ്മളുടെ കറിയുണ്ട്. പിന്നെ ഇത് മട്ടൻ ചാപ്സ് രാവിലെ കഴിച്ചത്. പിന്നെ മോര് കാച്ചിട്ടില്ല, മോരുണ്ടാക്കിയ. പിന്നെ നമ്മുടെ പപ്പടം അത്രയൊക്കെ തന്നെയുള്ളു. തോരനൊന്നും ഉണ്ടാക്കില്ല. പിന്നെ നമ്മുടെ നത്തൽ ഫ്രൈ അടിപൊളിയാക്കിയിട്ടുണ്ടാക്കി. പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് വെളുത്തുള്ളി അച്ചാറുണ്ട്. ഞങ്ങളുടെ ലവാവന്റെ ഫേവറേറ്റ് ആണ്. അപ്പൊ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഫുഡുകളൊക്കെ വിസ്മയക്കുട്ടി ഉള്ളതിനെ കൊണ്ടാണ്. അല്ലെങ്കിൽ വാവുണ്ടെങ്കിലാണ് ഇങ്ങനെ അധികം ഫുഡ് ഉണ്ടാക്കുക. എന്തായാലും വിസ്മയക്കുട്ടി വന്നപ്പോൾ സന്തോഷമായി. അപ്പൊ വിസ്മയക്ക് നല്ല വിശക്കുണ്ടാവും, എനിക്ക് നല്ല വിശക്കുണ്ട്. ഞങ്ങൾ കുളിച്ച് റെഡിയായി. അപ്പോൾ
ഇതിന്റെ പോലെ തന്നെയാണ് വിസ്മയ. വീഡിയോകൾക്കൊന്നും അവിടെ ഫേസ് കാണിച്ച് വന്നിട്ടില്ല. കാരണം വീട്ടിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. വീട്ടുകൾക്കൊക്കെ അത് ഷെയർ കിട്ടണ്ടേ. മുഖം കാണിച്ച് ഇങ്ങനെ വലിയ ഇതിൽ നടക്കുമ്പോൾ ഇവർക്കൊന്നും ഷെയർ കിട്ടില്ല എന്നാ പറയുന്നത് വീട്ടിൽ. അപ്പൊ എന്തായാലും ഞാനായിക്കൊണ്ട് അവർക്ക് ഷെയർ ഇല്ലാണ്ടാക്കുന്നില്ല. ഓരോരുത്തരുടെ താല്പര്യമാണല്ലോ ഫേസ് കാണിച്ച് വരുന്നതും ഫേസ് കാണിക്കാത്തതൊക്കെ. എന്തായാലും ഒരുപാട് കഴിവുകളുള്ള കുട്ടികളാണ് ഈ വിസ്മയ ആയാലും ഫിദ ആയാലും ഒക്കെ. പക്ഷെ അവർക്കൊന്നും ഇങ്ങനെ പബ്ലിക്കിലേക്ക് വരാൻ കഴിയുന്നില്ല. ഒരു കഴിവില്ലാത്ത ഞാൻ മാത്രം ഉണ്ടെങ്കിൽ ഇങ്ങനെ വായിട്ട് അലച്ച് ഇങ്ങനെ നിങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് മഴവിൽ ജീവിതമായിട്ട് ഇങ്ങനെ നടക്കണം. എത്രയോ കഴിവുള്ള കുട്ടികളുണ്ട്. ഞാൻ പറയണത് ഫോണുണ്ട്, മൊബൈൽ ഫോണുണ്ട്, നെറ്റ് കയറ്റുന്നുണ്ട്. എല്ലാവരും ഒരു ചാനൽ തുടങ്ങുക. പ്രത്യേകിച്ച് എൻ്റെ ട്രാൻസ് കുട്ടികളോടും ഞാൻ പറയുകയാണ്. അതേപോലെ പബ്ലിക്കിലുള്ള എല്ലാവരും ആയാലും എല്ലാവരും ഓരോ ചാനൽ തുടങ്ങുക. എല്ലാവരുടെ കഴിവുകൾ പുറത്തെടുക്കുക. ഏത് ചാനലാണ് എന്തൊക്കെയാണ് ക്ലിക്കാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ എല്ലാവരും എല്ലാവരുടേതായ കഴിവുകൾ പ്രകടിപ്പിക്കുക. നിങ്ങൾക്ക് ഒരു അവസരമാണ് യൂട്യൂബ് എന്നുള്ള ഒരു മഹാലോകം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ അതിൽ ഏണിങ്സും കിട്ടും. എനിക്ക് എത്ര കിട്ടിയെന്ന് ഇപ്പോൾ ചോദിക്കേണ്ട. എനിക്കൊക്കെ വളരെ തുച്ഛമായിട്ടൊക്കെ പോകുള്ളൂ. ഇപ്പോൾ തന്നെ എൻ്റെ മോണിറ്റൈസേഷൻ കുറച്ച് പ്രശ്നമായി കിടക്കുകയാണ്. അത് ശരിയാക്കി കൊണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾക്ക് കഴിക്കാൻ. ചൂടുണ്ട് മക്കളെ. കഴിച്ചിട്ട് വേഗം എസിക്ക് പോട്ടെ. ഓക്കെ, ബൈ ബൈ. കഴിക്കാൻ പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഫുഡുകളൊക്കെ കാണിച്ച് നിങ്ങളെ കൊതിപ്പിക്കുകയാണെന്നുള്ളൊരു ചിന്ത ഒന്നും വേണ്ട. നിങ്ങൾക്കും അവസരമുണ്ട്. എൻ്റെ മഴവിൽ ജീവിതം സബ്സ്ക്രൈബേഴ്സിനെ ഞാനിങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ആഴ്ചയിൽ ഒരു ദിവസം 1-2 സബ്സ്ക്രൈബേഴ്സിന് ഇവിടെ ഭക്ഷണം ഉണ്ടാകും. വിരുന്നൊരുക്കുന്നതാണ്. പക്ഷേ വൺ കണ്ടീഷൻ. ഒരേ കണ്ടീഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചാനലിൽ വരണം, ഫേസൊക്കെ കാണിക്കണം, സംസാരിക്കണം. അത്തരം ആളുകളെയാണ് ഞാൻ ക്ഷണിക്കുന്നത്. നോട്ട് ഓൺലി മൈ ട്രാൻസ് ഫ്രണ്ട്സ്, ഓൾ ഓഫ് ദിസ് പബ്ലിക് ലൈഫ്. എല്ലാവരെയും കേട്ടോ. എൻ്റെ കൂട്ടുകാരികളെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിളിൽ തന്നെയല്ല, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കുള്ളൊരു അവസരമാണ്. ആഴ്ചയിലൊരു ദിവസം 2 പേർക്ക് 1-2 പേർക്ക് നമ്മൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വരാം. ഓക്കേ, നല്ലതല്ലേ? അത് എങ്ങനെയൊക്കെയാണ് അത് സെലക്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾക്ക് പിന്നീട് ആലോചിച്ച് പറയാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കഴിക്കാം.